ഹായ് ഓൾ, വെൽക്കം ടു പി എസ് സി മെൻറ്റർ. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് വീഡിയോ ചെയ്തപ്പോഴും റിസൾട്ടിന് ശേഷം വന്ന വീഡിയോകളുടെ എല്ലാം താഴെ പലരും കമൻ്റായിട്ട് ചോദിച്ചത് നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി ചോദിക്കുന്നതും ടെലഗ്രാമിൻ്റെ ക്ലാസ്സിനോടൊപ്പം ചോദിക്കുന്നതുമായ ഒരു കാര്യമാണ് OAയുടെ ഒരു സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ വേണമെന്നുള്ളത്. അപ്പോൾ ഈ ടൈം ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, രാവിലെ 5:30 എണീക്കണം, 5:30 ടു 7:30 വരെ വർക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് 9:30 ടു 10:30 അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ആ സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടൈമിംഗ് അല്ല ഞാൻ പറയുന്നത്, അത് അവരവരുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാം. നമ്മൾ ഒരു ദിവസം ഒരു 4 മണിക്കൂർ മിനിമം മാറ്റുന്ന രീതിയിൽ, ഈ 4 മണിക്കൂർ പറയുമ്പോൾ PSC ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ PSCക്ക് വേണ്ടി മാക്സിമം സമയം കണ്ടെത്തുന്ന ആൾക്കാർക്ക് അതിൽ കൂടുതൽ സമയം കണ്ടെത്തിയെടുക്കാം. എന്നാൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, മറ്റെന്തെങ്കിലും ജോലി പ്രൈവറ്റ് ജോബിന് പോയിട്ട് അതിനോടൊപ്പം PSC പഠിക്കുന്നവർ, ഇപ്പോൾ പ്രിലിംസ് ലിസ്റ്റിൽ കയറി മെയിൻസ് എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണമെന്നുള്ളവരുണ്ട്. അവരെയാണ് മെയിനായിട്ട് ഈ 4 മണിക്കൂർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് അതിൽ കൂടുതൽ സമയം എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇവർ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കണം. അത് ഒരുമിച്ചൊരു 4 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോവാണ്. സ്റ്റഡി പ്ലാൻ സെക്രട്ടേറിയറ്റ് OA. അപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് OAയുടെ സിലബസ് എല്ലാവർക്കും അറിയാം, എത്ര മാർക്കിനാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി അത് പറഞ്ഞ് നമുക്ക് സമയം കളയുന്നില്ല. നമ്മൾ അടുത്ത പോകുന്നത് ഏതൊക്കെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. നോക്കുക, ഒന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ വീഡിയോ കാണുന്ന അന്ന് മുതലുള്ള കാര്യങ്ങളാണ്. മാത്സ് ആൻഡ് റീസണിങ്, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, സീരീസ്, സ്ഥാന നിർണയ പരിശോധന, ഓഡ് മാൻ ഔട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ദിവസം ഒരു 2 മണിക്കൂറിൽ പ്ലാൻ ചെയ്യാം. അടുത്തൊരു 2 മണിക്കൂറിൽ നിങ്ങൾക്ക് ഘടകപദം, സ്ത്രീലിംഗം, പുല്ലിംഗം, അതായത് മലയാളം ടോപ്പിക്, ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ഒരു ദിവസം 4 മണിക്കൂർ, അതാണ് ആദ്യത്തെ ദിവസം പ്ലാൻ ചെയ്ത് തരുന്നത്. നിങ്ങളെ മാത്സ് ആൻഡ് റീസണിങ്ങിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, സീരീസ്, സ്ഥാന നിർണയ പരിശോധന, ഓഡ് മാൻ ഔട്ട്, ഇത്രയാണ്. ഇനി നിങ്ങളടുത്ത് പറയുകയാണ് ഇപ്പോൾ 2 മണിക്കൂറിൽ മാത്സ് ആൻഡ് റീസണിങ് ചെയ്യണമെന്ന്. ഈ 2 മണിക്കൂറിൽ നമുക്ക് നിന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്യാം. ചിലർക്ക് മലയാളം എളുപ്പമായിരിക്കും, മലയാളത്തിൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ സമയം നമുക്ക് എന്ത് ചെയ്യാം, മാത്സിൽ. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു 4 മണിക്കൂർ ഒരു ദിവസം മിനിമം ചിലവഴിക്കാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെയിൻസിൻ്റെ ലിസ്റ്റിൽ കയറാൻ പറ്റും. മെയിൻസ് ലിസ്റ്റിൽ കയറിയാലുള്ള ഗുണം എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് വീഡിയോയിലൂടെ പറഞ്ഞതാണ്. എത്രത്തോളമാണ് സാധ്യത അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോവുകയാണെങ്കിൽ ആനുകാലികമാണ്. ജനുവരി മാസം 2024, ഫെബ്രുവരി മാസം 2024, മാർച്ച് മാസം 2024. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് ഇത്രയും പഠിച്ചു തീർക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് ഓർത്ത് വയ്ക്കുക, പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതും കേരളവുമായിട്ട് ബന്ധപ്പെട്ടതും മസ്റ്റായിട്ടും മറക്കാതെ അല്ലെങ്കിൽ ഒരിക്കലും വിട്ടുപോകാതെ പഠിച്ചു തീർക്കേണ്ട കാര്യമാണ് ജനുവരി 2024, ഫെബ്രുവരി 2024, മാർച്ച് 2024 CA കറണ്ട് അഫയേഴ്സ്. അതിൽ നിന്ന് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരാം. അന്നത്തെ ദിവസം തന്നെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമുക്കറിയാം, പൊതുവേ ഹിസ്റ്ററിയെ സംബന്ധിച്ച് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിലെ ടോപ്പിക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യം, ഇത് പറയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PYQ കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. അതിൽ ഏത് രീതിയിലാണ് വെച്ചോ, അത് സെക്രട്ടേറിയറ്റ് OA മാത്രമല്ല, LD ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചേക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനോടൊപ്പം SCERTയുടെ പഴയ ടെക്സ്റ്റ്, പുതിയ ടെക്സ്റ്റ് ഇപ്പം SCERT ടെക്സ്റ്റ് മാറ്റിയിട്ടുണ്ട്, പഴയ ടെക്സ്റ്റ് കൂടി എന്ത് ചെയ്യുക, എടുത്തു വയ്ക്കുക. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ 10ാം ക്ലാസ്സിലെ SCERT ഹിസ്റ്ററി ടെക്സ്റ്റിനകത്തുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ റെഫർ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റും. ഡേ 3 മാത്സ് തന്നെയാണ്, പേഴ്സൻറ്റേജും പ്രോഫിറ്റും ലോസും അനലോജി, ഇത്രയും 3 ഭാഗമാണ് മാത്സിനകത്ത് വരുന്നത്. അന്ന് മലയാളം കൂടെ നമ്മൾ നോക്കുന്നു. സമാനപദം, പര്യായം, ഒറ്റപ്പദം, ഇത് 3 കൂടി മൂന്നാമത്തെ ദിവസം. 4 ഇന്ത്യൻ ഹിസ്റ്ററി, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് പഠിക്കുമ്പോൾ കോസ്, പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫലം എന്താണ്, അതിനോടൊപ്പം തന്നെ നോക്കേണ്ടതാണ് പ്രധാനപ്പെട്ട നേതാക്കളും അവർ നേതൃത്വം കൊടുത്ത ഭാഗങ്ങളും, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് അവർ നേതൃത്വം കൊടുത്തതെന്നും ഓരോരുത്തർക്കും വിശേഷണങ്ങൾ. ഇപ്പം നാനാ സാഹിബിനുള്ള വിശേഷണം, കൺവർ സിംഗിനുള്ള വിശേഷണം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം,
അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം അതിന് മുന്നിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് മുന്നിലുണ്ടായിരുന്ന കുറച്ച് സംഘടനകളുണ്ട്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വഴിതെളിച്ചു. അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആദ്യ പ്രസിഡന്റ്, ആദ്യ വനിതാ പ്രസിഡന്റ്, ആദ്യ വിദേശിയായ പ്രസിഡന്റ് തുടങ്ങിയ കാര്യങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് കൊടുത്തതാര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിനോടൊപ്പം കവർ ചെയ്തു പോകണം. 4-ാമത്തെ ദിവസം നോക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷിലേക്ക് വരികയാണ്. ആർട്ടിക്കിൾസും ക്വസ്റ്റ്യൻ ടാഗും. അപ്പോൾ ചിലർക്ക് എന്നല്ല, ഒരുപാട് പേര് നമ്മളോട് പറയുന്നൊരു കാര്യമാണ് മാത്സും ഇംഗ്ലീഷുമാണ് പാടെന്ന്. അപ്പോൾ മാത്സും ഇംഗ്ലീഷുമാണ് പാടെന്ന് പറയുമ്പോൾ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഞാനതൊരു ടൈം ടേബിളായിട്ട് നിങ്ങൾക്ക് തന്നുവെങ്കിലും സമയമുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മാത്സും ഇംഗ്ലീഷും ചെയ്ത് പഠിക്കുക. അതിന് പ്രധാനപ്പെട്ട വഴി ഞാൻ പറഞ്ഞു, PYQ നിങ്ങളുടെ കയ്യിൽ, പ്രത്യേകിച്ച് മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരുപാട് പഴയതൊന്നും പോകണമെന്നില്ല, 2020 മുതലുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 2019-20 മുതലാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേണിന് ഒരു മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ അത് മുതലുള്ള പാറ്റേൺ ഒന്ന് നോക്കി വെക്കുക. അവിടെ നമ്മൾ 5-ാമത്തെ ദിവസം കമ്മീഷനുകൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. കേരള ഗവേണൻസിലെ കമ്മീഷനുകൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. RTI, അതായത് എന്താ പറയുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും തുടക്കവും, അമെൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഓരോ സമയത്തും ഉണ്ടായിരുന്ന അമെൻമെൻറ്റുകൾ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരള ഗവേണൻസിൽ നോക്കുക. അതുപോലെ ജോഗ്രഫിയിൽ ഭൂമിയുടെ ഘടന, ഫിസിക്കൽ ജോഗ്രഫിയാണ്, ഭൂമിയുടെ ഘടന നോക്കി വയ്ക്കുക. ആ ഭൂമിയുടെ ഘടനയിൽ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ലെയറിലാണ്, എന്തൊക്കെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പഠിക്കുക. അടുത്ത 6-ാമത്തെ ദിവസമാണ് നമ്മൾ ലൈഫ് സയൻസിലേക്ക് പോകുന്നു. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ്. ഇത് നമുക്ക് 2ആയിട്ട് പഠിക്കുക, ഒറ്റ ദിവസം കൊണ്ട് തീരത്തില്ല. അത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവിൽ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം, ഈ 6-ാമത്തെ ദിവസം കുറച്ച് ഭാഗം പഠിച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ അന്ന് നോക്കുന്ന ഒരു കാര്യമാണ് ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്. നമ്മൾ മാർച്ച് വരെയുള്ളത് നോക്കി, അടുത്ത ഏപ്രിൽ മെയ് ജൂൺ 2024 നോക്കി വയ്ക്കുക. നോക്കുമ്പോൾ മസ്റ്റായിട്ടും മിസ്സാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒന്ന് ISRO മിസ് ചെയ്യരുത്. കാരണം ISROയുടെ വിക്ഷേപണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൻ്റെയോടൊപ്പം കിട്ടും. അപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്കിലെ ISROയായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് പോകണമെന്നില്ല, ഇതിൽ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഉള്ളത് അപ്പോയിൻമെൻറ്റ്സ്. ഈ അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുമ്പോൾ എന്തുവാ, നമ്മുടെ കേരള ഗവേണൻസിനകത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സിനകത്ത് കമ്മീഷനുണ്ട്. ഈ കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റ്സെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകും. അപ്പോൾ കമ്മീഷൻസ് മറന്നു പോകരുത്. ഇവൻറ്റ്സ് പറയുമ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സ്പോർട്സിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് അതിന് വേണ്ടി സമയം കളയേണ്ടി വരത്തില്ല, നമുക്ക് ഇവിടെ തന്നെ നോക്കി ക്ലിയർ ചെയ്ത് പോകാം. അങ്ങനെ വേണം ചെയ്തു പോകാനായിട്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന 3 മാസങ്ങൾ. നെക്സ്റ്റ് 7-ാമത്തെ ദിവസം മലയാളത്തിലേക്ക് തന്നെ വരികയാണ്. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പദശുദ്ധി, വാക്യശുദ്ധി. ഇത്രയുമാണ് 7-ാമത്തെ ദിവസം. നിങ്ങളിത് വീഡിയോ കാണുക, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഇതനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. കാരണം ഇതിനപ്പുറത്തേക്കില്ല, ഇതിനപ്പുറത്തേക്കൊരു ടോപ്പിക്ക് വേറെ ഒന്നുമില്ല. കൃത്യമായി സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ തന്നിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ നിർമ്മാണ സമിതി, എന്ത് വന്നാലും മിസ് ചെയ്യരുത്, ആമുഖം മിസ് ചെയ്യരുത്. ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ, ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ, ആമുഖത്തിലേക്ക് എത്തിച്ചേർന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. 8-ാമത്തെ ദിവസം ഇംഗ്ലീഷാണ്. വേർബ്, സിംഗുലർ പ്ലൂറൽ, വേർബ് പഠിക്കണം, സിംഗുലർ പ്ലൂറൽ പഠിക്കുക. വേർബ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, പലതരത്തിൽ നമുക്ക് വേർബ് പറയുന്നുണ്ട്, ഓക്സിലറി പറയുന്നുണ്ട്, ഓക്സിലറിയിലും മോഡലും പ്രൈമറി ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. സിംഗുലർ പ്ലൂറൽ പലപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്, സിംഗുലർ പ്ലൂറൽ, അതൊന്ന് നോക്കി വയ്ക്കുക. എക്കണോമി, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്. എക്കണോമി ഒരുപാട് നമുക്ക് ടോപ്പിക്കൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ കറങ്ങി നിൽക്കുന്ന ഈ പഞ്ചവത്സര പദ്ധതികളാണ്, അല്ലെങ്കിൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതികളും നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നീതി ആയോഗ് വരുന്ന സമയം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, പറഞ്ഞു വയ്ക്കുക. നെക്സ്റ്റ് 9-ാമത്തെ ദിവസമാണ് കേരളം. നദികളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട നദികൾ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട ജലസേന പദ്ധതികൾ പഠിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ സമയമുണ്ടെങ്കിൽ ഈ ജലസേന പദ്ധതികൾ കൂടി ഇതിൻ്റെ കൂടെ ഓർത്തു പോകുക. അങ്ങനെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി സോഴ്സ് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരുപാട് സമയം നമുക്ക് കണ്ടെത്തേണ്ട, അപ്പോഴേക്കും വേറൊരു സബ്ജക്റ്റിന് നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പം നദികൾ, കേരള നദികൾ, കാരണം ഇത് പറയാൻ കാരണം ഇപ്പോൾ ചിലർക്ക് ജോഗ്രഫി നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ ആ ജോഗ്രഫി വിട്ടിട്ട് വേറൊരു സബ്ജക്റ്റ് നമുക്ക് അത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നദികൾ പഠിക്കുന്നതിനോടത്ത് നദികൾ നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജലസേന പദ്ധതിയിലും കൂടെ പഠിച്ചു കഴിയുമ്പോൾ മറ്റൊരു ദിവസം അല്ലെങ്കിൽ എനർജി സോഴ്സ് പഠിക്കുന്ന ദിവസം അതിന് വേണ്ടി സമയം കണ്ടെത്തേണ്ടി വരില്ല. ഇംഗ്ലീഷ് തന്നെയാണ് അടുത്തത്. സെൻറ്റൻസ്, പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, അല്ലെങ്കിൽ കോൺകോർഡ് എന്ന് പറയും. സബ്ജക്റ്റ് എങ്ങനെ വന്നാൽ വെർബ് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിൽ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, സെൻറ്റൻസുകളുണ്ട്, പലതരത്തിലുള്ള സെൻറ്റൻസ് ഉണ്ട്.
ഈ സെൻറ്റൻസുകൾ എങ്ങനെയാണ് തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. 10ാമത്തെ ദിവസം മാത്സ് ആൻഡ് റീസണിങ് വരുന്ന സംഖ്യാവലോകനം, ടൈം, ക്ലോക്ക്. മാത്സിൻ്റെയും കാര്യം പറയുമ്പോൾ നമ്മൾ 1ാമത്തെ ദിവസം കഴിഞ്ഞു, അടുത്ത ചിലപ്പോൾ 5ാമത്തെ ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം മാത്സ് പഠിക്കുന്നു. പക്ഷേ അങ്ങനല്ല നിങ്ങൾ ചെയ്യുന്നത്. ഞാനിതൊരു ടൈം ടേബിളായിട്ട് തരുന്നെങ്കിലും ഈ മുമ്പത്തെ ദിവസങ്ങളിൽ പഠിച്ചത് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് സമയമെങ്കിലും നിങ്ങളെടുത്ത് ഒന്ന് വർക്കൗട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ മറന്നു പോകും. മാത്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറും മാത്സും ഒക്കെ അങ്ങനെ നിങ്ങൾ പഠിച്ചു പോയാലേ കാര്യമുള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചു വെക്കുക. 11ാമത്തെ ദിവസം ലൈഫ് സയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ്, അത് സ്പ്ലിറ്റ് ചെയ്ത് 2 ദിവസമാക്കി പഠിക്കുക. ഒരു ദിവസം പഠിക്കുക, മറ്റൊരു ദിവസം വേറൊരു പഠിക്കുക. കേരള ഹിസ്റ്ററി, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മറക്കാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നു കേട്ടാൽ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കണമെന്നില്ല, പക്ഷെ പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്ന ഭാഗമാണ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അടുത്തത് ഡേ 12 ആണ്. മലയാളം പരിഭാഷ, വിപരീത പദം. ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ വരുമ്പോൾ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ. നേരത്തെ നമ്മൾ കുറേ കമ്മീഷൻ പഠിച്ചു, അന്ന് മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് അവിടെ കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും ഒക്കെ പഠിച്ചു വയ്ക്കുക. ഇവിടെ നമ്മൾ പഠിച്ചെടുക്കുന്നത് ഏതാണ്? ദേശീയ വനിതാ കമ്മീഷനും ദേശീയ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ. അന്ന് അവിടെ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരന്മാർക്കുള്ള അവകാശങ്ങൾ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമമുണ്ട്. അതിനെക്കുറിച്ച് വലിച്ചു വാരി പഠിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ വലിച്ചു വാരി പഠിക്കുകയല്ല, പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് എടുത്ത് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ISROയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കണം. ആദിത്യയും ചന്ദ്രയാനും ഒക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇവൻറ്റ്സും എല്ലാം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. 13ാമത്തെ ദിവസമാണ് ഇംഗ്ലീഷ്. അന്ന് നമ്മൾ ഇംഗ്ലീഷ് മാത്രമാണ് വന്നിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ 12 ദിവസവും നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു റിവിഷന് വേണ്ടിയിട്ടാണ് 13ാമത്തെ ദിവസം ഇട്ടിരിക്കുന്നത്. കളക്റ്റീവ് നൗണ്, ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ് ഫോർമേഷൻ ആൻഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഇത് മാത്രം നിങ്ങൾ ഇംഗ്ലീഷ് ഒരു 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കി 2 മണിക്കൂർ നിങ്ങൾ ഈ 12 ദിവസവും പഠിച്ചതിന് എന്ത് ചെയ്യാം, ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പം കാരണം നമ്മൾ ഈ 32 ദിവസം കഴിഞ്ഞിട്ട് ഒന്നേന്ന് റിവൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ 32 ദിവസവും കഴിഞ്ഞിട്ട് ഒന്നേന്ന് റിവിഷൻ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഇത്രയും ആയി കഴിയും. അതുകൊണ്ടാണ് 12 ദിവസം ഗ്യാപ്പ്. 12 ദിവസം കഴിഞ്ഞിട്ട് 13ാം ദിവസം ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങൾ ബാക്കി സമയം ഈ മുകളിലുള്ള നിങ്ങൾക്ക് വിട്ടുപോയത് അല്ലെങ്കിൽ ഏറ്റവും പാടായിട്ട് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റും ടോപ്പിക്കും ഒക്കെ ഉണ്ടാവില്ലേ, അത് നിങ്ങൾ ആ ദിവസം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. 14ാമത്തെ ദിവസം ഫിസിക്സ് ആണ്. പ്രകാശം, ചലനം. പ്രകാശം പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട മിറർ, ലെൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് നോക്കി വെക്കുക. ചലനം, പ്രധാനപ്പെട്ട ചലനങ്ങളുണ്ട്. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, ISROയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് നോക്കി വെക്കുക. ജോഗ്രഫി, മഹാസമുദ്രങ്ങൾ, ഭൂമിശാസ്ത്രപരമായ സമുദ്രം, ഇതെല്ലാം ഫിസിക്കൽ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഒരുപാട് അതിന് ഡീപ്പായിട്ട് പോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് 10th 12th ലെവലിൽ ചോദിക്കുന്നത്. അതിൽ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിച്ചു പോകാം. ഡേ 15 ആണ് കേരള ഹിസ്റ്ററി, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഐക്യ കേരള പ്രസ്ഥാനം, മാത്സ് റീസണിങ്, ഫാമിലി റിലേഷൻ, കലണ്ടർ പ്രോബ്ലം, പ്രോഗ്രഷൻ. ഇത്രയുമാണ് അന്ന് നോക്കി വെക്കേണ്ടത്. 16ാമത്തെ ദിവസം ജൂലൈ 2024, ഓഗസ്റ്റ് 2024, സെപ്റ്റംബർ 2024, ഈ 3 മാസവും നടന്ന ആനുകാലിക വിഷയങ്ങൾ. ഈ ജൂൺ തൊട്ട് ഇങ്ങോട്ട് നിർബന്ധമായിട്ട് മിസ് ചെയ്യരുത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരീക്ഷ നടക്കുന്നത് മെയിലാണ്. സോ അതിനുശേഷമുള്ള ഒരുപാട് കറണ്ട് അഫയേഴ്സ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മറന്നു പോകരുത്. ഇന്ത്യൻ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട്, ധാതുക്കളും വ്യവസായവുമായിട്ട് വ്യവസായ മേഖലകളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കണം. കൃഷിയുമായി ബന്ധപ്പെട്ട് ഓരോ വിളകളെക്കുറിച്ചിട്ട് അതിൻ്റെ കൂടെ പഠിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ അതാണ് പറഞ്ഞത്, PYQ നിങ്ങളുടെ കയ്യിലെടുത്ത് വയ്ക്കുക. ആ PYQയിൽ ചോദിച്ചിട്ടുള്ള സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു തരത്തിൽ നിങ്ങൾ മിസ് ചെയ്യരുത്. അടുത്ത 17ാമത്തെ ദിവസമാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, ലോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വാൾനറബിൾ സെക്ഷൻ, അധകൃത വർഗത്തിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, പൗരത്വ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത്, നാഷണൽ കമ്മീഷൻ ഫോർ SC/ST കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ എന്ന് പഠിക്കേണ്ടത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷനും കൂടെ പഠിച്ചു വയ്ക്കുക.
ലൈഫ് സയൻസ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങൾ. നിർബന്ധമായിട്ടും ഒരു ചോദ്യം അതിനകത്ത് നിന്ന് സ്ഥിരം ചോദിക്കുന്നതാണ്. 10th +2 ലെവൽ പരീക്ഷയൊക്കെ എല്ലാം ചോദിക്കുന്ന കാര്യമാണ്. ജീവകങ്ങൾ വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും പഠിച്ചു വെക്കണേ. അടുത്ത 18ാമത്തെ ദിവസം ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ഇംഗ്ലീഷിലാണ്. പ്രിപ്പോസിഷൻ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ആനുകാലികം ഒക്ടോബർ 2024, നവംബർ 2024, ഡിസംബർ 2024. ഇതാണ് 18ാമത്തെ ദിവസം പഠിക്കുന്നത്. 19 കേരള ജോഗ്രഫി, കൃഷിയും ഗവേഷണ സ്ഥാപനം. നമ്മൾ നേരത്തെ ഇന്ത്യൻ ജോഗ്രഫി പറഞ്ഞതുപോലെ കേരള ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങൾ നോക്കി വയ്ക്കുക. മാത്സ്, റീസണിങ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ടൈം, ഡിസ്റ്റൻസ്, വർക്ക്, സെൻസ് ഓഫ് ഡയറക്ഷൻ. ഇതിൻ്റെ എല്ലാ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അടുത്ത 20 അത് പറയുന്നതിന് മുമ്പ് 20ാമത്തെ ദിവസത്തിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അയക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനലാണ്, PSC മെൻറ്റർ എന്ന ടെലഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യുക. ആ ടെലഗ്രാം ചാനൽ ഇടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് അതിനകത്ത് ദിവസവും ഇപ്പോൾ മെൻറ്റർഷിപ്പ് ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. മീൻസ് അതിനെ ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് അതുവഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ ഷെയർ ചെയ്യും. ഓക്കെ, 20ാമത്തെ ദിവസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും മറക്കരുത്. 1915 അദ്ദേഹം ഇവിടെ വന്നു. 1916 മുതൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിങ്ങൾ പഠിച്ചു വെക്കുക. ടെൻസ്, സിനോണിംസ്, ആൻറ്റോണിംസ് ഇത് നിങ്ങൾ അന്നത്തെ ദിവസം നോക്കേണ്ടതാണ്. 20ാമത്തെ ദിവസം. 21 സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. സ്കീംസ് മറന്നിട്ടൊരു കളി കളിക്കരുത്. എല്ലാ സ്കീംസും പഠിച്ചു വയ്ക്കുക. പ്രധാനമായിട്ടുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും അതിൻ്റെ സ്കീമും ഓർത്തു വയ്ക്കണം. അന്ന് മലയാളം നമ്മൾ നോക്കുന്നുണ്ട്. പിരിച്ചെഴുതൽ, ചേർത്തെഴുതൽ, വചനം. ഇത്രയാണ് നമ്മൾ 21ാമത്തെ ദിവസം നോക്കുന്നത്. അടുത്ത 22ലാണെങ്കിൽ എക്കണോമിക്സ് ആണ്. ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് ഡീപ്പായിട്ടൊന്നുമില്ല. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിന്ന് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. അതിൽ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഞാൻ തന്നിരിക്കുന്ന ബ്രാക്കറ്റ് തന്നിരിക്കുന്നത് ഒരു കാരണവശാലും വിട്ടുപോരുത്. 42, 44, 52, 73, 74, 86, 91 ഇത്രയും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ നിർബന്ധമായും പഠിച്ചു. കാരണം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതെന്തായാലും വിട്ടുപോരുത്. ബാക്കിയുള്ള നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതും കൂടെ നോക്കുക. ഇത് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതികൾ ഒരു കാരണവശാലും വിട്ടുപോരുത്. 22ാമത്തെ ദിവസം തന്നെ ലിറ്ററേച്ചറിൽ മേജർ ലിറ്റററി അവാർഡ്സ്, പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളും ഫിലിം അവാർഡ്സും നാഷണലും നോക്കുക, സ്റ്റേറ്റും നോക്കുക. അത് ഒരു 2 വർഷത്തിന് മുമ്പുള്ള, അത് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ അതിൽ കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനും കൂടെ നോക്കുക. സ്റ്റേറ്റ് ഫിലിം അവാർഡ് 23 ആർക്ക് കിട്ടി, 24 ആർക്ക് കിട്ടി, 25 ആർക്ക് കിട്ടി, ഇതൊന്ന് നോക്കി വെക്കണം. മേജർ ലിറ്റററി അവാർഡ്സ്, വയലാർ അവാർഡ് നോക്കുകയാണെങ്കിൽ വയലാർ അവാർഡ് 2023, 24, 25, 23 ആർക്ക് ഏത് കൃതിക്ക്, 24 ആർക്ക്, 25 ആർക്ക്, ഇങ്ങനെയുള്ള രീതി. അത് നിങ്ങൾ ഒരു 3 വർഷത്തെ നോക്കി വച്ച് വയ്ക്കുക. അടുത്ത 23ാമത്തെ ദിവസമാണ് ഫ്രൈസൽ വെർബ്, ഫോറിൻ വേർഡ്സ്, സ്പെല്ലിംഗ് ടെസ്റ്റ്. വൊക്കാബ്സിൽ വരുന്ന ഭാഗമാണ്, ഇംഗ്ലീഷിലെ വൊക്കാബ്സിൽ വരുന്നതാണ് ഈ 3 ഭാഗം. അത് നോക്കി വയ്ക്കുക. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചും ഇൻ്റർനെറ്റിനെ കുറിച്ചിട്ടും അവിടെ അത് പറയുമ്പോൾ നെറ്റ്വർക്ക് ടേംസ് ഉണ്ട് കുറേ, മനസ്സിലായോ? ലാൻ, ഇങ്ങനെയുള്ള കുറേ വേർഡ് അതെല്ലാം നോക്കി വയ്ക്കുക. അത് എന്തിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, ലാൻ എന്താണ്, വാൻ എന്താണ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ട്, അതൊക്കെ നോക്കി വയ്ക്കുക. ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ലൈഫ് സയൻസിലെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി വയ്ക്കുക. 24ാമത്തെ ദിവസം ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫിയാണ്. മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും. ഇതാണ് നിങ്ങൾ അന്നത്തെ ദിവസം പഠിക്കേണ്ട ജോഗ്രഫി ടോപ്പിക്. അന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ നോക്കും. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കേരള ഗവൺമെൻറ്റ്സോടെ ക്ലബ് ചെയ്ത്, കാരണം ഇത് രണ്ടിലും വരുന്ന ടോപ്പിക്കാണ് വരുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും. ദുരന്ത നിവാരണ അതോറിറ്റി കേരള ഗവൺമെൻറ്റ്സിൽ വരുന്നതാണ്. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ കേരള ഗവൺമെൻറ്റ്സ് വരുന്നതാണ്. അതുകൊണ്ടാണ് അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പറയാം. ഭരണഘടനാ സ്ഥാപനങ്ങൾ കുറേ നമ്മുടെ കേരള ഗവൺമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അടുത്ത 25ാമത്തെ ദിവസം ഇംഗ്ലീഷിലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻ, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്, ഇഡിയോംസ് ആൻഡ് മീനിങ്സ്. ജോഗ്രഫിയിൽ തന്നെ, ഫിസിക്കൽ ജോഗ്രഫി തന്നെ അന്തരീക്ഷം. കേരള ജോഗ്രഫി പറയുമ്പോൾ കേരളം, ഭൂപ്രകൃതി, ആനമുടിയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഫിസിക്സ്
ഫിസിക്സിലെ ശബ്ദതരംഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരം വരുന്നതാണ്. നോക്കുക. അടുത്ത 26-ാമത് ദിവസം കേരള ഗവേണൻസും ഇമ്പോർട്ടൻ്റ് ആക്ട്സും കൂടെ ക്ലബ് ചെയ്ത് പറയുക. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം. കാരണം അതിലും ഇതിലും വരുന്നുണ്ട് ചില കമ്മീഷനുകൾ. അതുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് പഠിക്കാൻ പറയുന്നത്. സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, സംരക്ഷണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഡിഫൻസ് ആൻഡ് മോറൽസ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് വുമൺ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിരുന്നു. ഇവിടെ നമ്മൾ വലുതാകും. അപ്പോൾ കമ്മീഷൻ പഠിക്കുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും അവിടെ തീരാത്തത് നമുക്കിവിടെ തീർക്കാം. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ വുമൺ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, വുമൺ കമ്മീഷനുമായിട്ട് ചേർത്ത് പഠിക്കാൻ പറ്റുന്നതാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ. അത് നമ്മൾ ഒരുമിച്ച് അങ്ങ് പഠിച്ചു തീർക്കാം. മനസ്സിലായോ? അപ്പോൾ വുമൺ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നാഷണൽ വുമൺ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു പോവുക. 27-ാമത് ദിവസം കേരള ജോഗ്രഫി ഊർജ്ജ സ്രോതസ്സുകൾ. നേരത്തെ ഞാൻ പറഞ്ഞു എനർജി സോഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് ഡാമുകൾ പഠിക്കുന്ന വരും. ഇവിടെ മിസ്സാവും തോന്നുമ്പോൾ അവിടെ ഒന്നുകൂടി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നദികൾ പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഇവിടെ നോക്കിയാൽ മതിയാവും. അതൊന്ന് റിവൈസ് ചെയ്താൽ മതിയാവും. അതുപോലെ റോഡ്, ജല, റെയിൽ. PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് ഗതാഗത മേഖല. അത് ഇന്ത്യൻ ഗതാഗത മേഖലയും കേരള ജോഗ്രഫിയിലെ ഗതാഗത മേഖലയും അങ്ങനെ തന്നെയാണ്. കേരള ജോഗ്രഫിയിലെ റോഡ് ഗതാഗതം, ജലഗതാഗതവും റെയിൽ വ്യോമ ഗതാഗതം. റെയിൽ വ്യോമനേക്കാളും കൂടുതൽ ഇപ്പം ജലവും റോഡും ചോദിക്കുന്നുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലെ സൈബർ ക്രൈംസ് ആൻഡ് ലോസ് ആണ്. സൈബർ ക്രൈംസ് ആൻഡ് ലോസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. മാത്സിൽ അടുത്ത അന്നത്തെ ദിവസം മാത്സ് കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. മെൻസുറേഷനാണ് അന്ന് ചെയ്യേണ്ടത്. 28 എക്കണോമി, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇതുമായി ബന്ധപ്പെട്ടത് എക്കണോമിയിൽ പഠിക്കുക. ഊർജ്ജ സ്രോതസ്സുകൾ, ഇന്ത്യൻ ജോഗ്രഫിയിലെ ഊർജ്ജ സ്രോതസ്സുകൾ, അതിലെ റോഡ്, ജല, വ്യോമ ഗതാഗത മാർഗ്ഗങ്ങൾ. അപ്പോൾ ഗതാഗത സംവിധാനങ്ങൾ 2 ദിവസം വരെയാണ് പഠിക്കുന്നത്. കേരള ജോഗ്രഫി ഒരു ദിവസം പഠിക്കുക, ഇന്ത്യൻ ജോഗ്രഫി ഒരു ദിവസം. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്ക് ചിന്തിക്കും, പറയാൻ എളുപ്പമാണ് സാറേ, പഠിപ്പിക്കാൻ പാടല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ 4 മണിക്കൂർ, ചിലർക്ക് 5 മണിക്കൂർ കിട്ടും. ഞാൻ 5 മണിക്കൂർ യൂസ് ചെയ്യും. ചിലർക്ക് 6 മണിക്കൂർ കിട്ടും. 6 മണിക്കൂർ ഞാൻ പറഞ്ഞ മിനിമം 4 മണിക്കൂറാണ്. ഈ 4 മണിക്കൂർ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? 2 മണിക്കൂർ രാവിലെ, ജോലിക്ക് പോകുന്നവരാണ് രാവിലെ 2 മണിക്കൂർ. കുറച്ചൊന്ന് നേരത്തെ എണീക്കണം. 6 മണിക്ക് എണീക്കുന്ന ഒരാൾ 3 മണിക്ക് എണീക്കണം. അല്ലെങ്കിൽ 3:30 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 5:30 വരെ പഠിക്കാം. ബാക്കി 6 മണി തൊട്ട് നിങ്ങളുടെ ജോലി കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിക്ക് പോകും. വൈകുന്നേരം ഒരു 6 മണിക്ക് വരുന്ന ഒരാൾ പോട്ടെ, 8 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞ് 8 മണി തൊട്ട് 10 മണി വരെ എന്നുള്ളൊരു സമയം എടുക്കുക. അതല്ല 11 മണി വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ PSCക്ക് വേണ്ടി വർക്ക്, അത്രയും സമയം എടുക്കുക. എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റും. ഈ കൃത്യമായി പഠിച്ചു പോകും. നിങ്ങൾ പ്രിലിംസ് പാസ്സായവരാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടോപ്പിക്കെല്ലാം നിങ്ങൾ പ്രിലിംസിൽ കുറേ പഠിച്ചതുമാണ്. ഒന്ന് റിവൈസ് ചെയ്താൽ മതിയാവും, പുതുതായിട്ട് പഠിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ 28-ാമത്തെ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് ബന്ധപ്പെട്ട്. 29-ാമത്തെ ദിവസം പറയേണ്ടത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, യൂസ് ഓഫ് കോറിലേറ്റീവ്, വേർഡ്സ് കൺഫ്യൂസ്ഡ്, ഡിഗ്രി ഓഫ് കമ്പാരിസൺ, എല്ലാം ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പഠിക്കുക. വേൾഡ് ഹിസ്റ്ററി, 2ാം ലോക മഹായുദ്ധാനന്തരമുള്ള രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടന. അപ്പോൾ ആദ്യം നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് ഫ്രഞ്ച് റവല്യൂഷൻ കൂടെ പഠിച്ചു വെക്കുക. അതിൽ കുറച്ച് ടോപ്പിക് കൂടുതൽ വരുന്നതാണ്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു പോകണം. പക്ഷേ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം മറന്നു പോകരുത്. കാരണം സ്ഥിരം ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. നമ്മൾ ഇതുവരെ തുടങ്ങാത്തൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. മൂലകങ്ങളും ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതകൾ, സംയുക്തങ്ങൾ. ഇതെല്ലാം 29-ാമത്തെ ദിവസത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, കെമിസ്ട്രിയുടെ ഭാഗം. ഇനി 30-ാമത്തെ ദിവസം ഇന്ത്യൻ ഹിസ്റ്ററി, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, കേരള ജോഗ്രഫിയിൽ ധാതുക്കളും വ്യവസായവും വന്യജീവി സംരക്ഷണവും, ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകങ്ങളും അത് എഴുതിയ ആൾക്കാരും, പിന്നെ ഓരോ പുസ്തകങ്ങളിലെയും കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെ കുട്ടിയിടത്തി ഏതിലാണ്, ഇങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. ഏത് കഥാപാത്രം ഏത് നോവലിലെ അല്ലെങ്കിൽ ഏത് കൃതിയിലെയാണെന്ന് ഒന്ന് നോക്കി വെക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ വേണോ അത് ടേബിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ, അത് എളുപ്പത്തിൽ എങ്ങനെ വേണോ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പെൻ നെയിംസ്, തൂലികാ നാമങ്ങൾ കൂടി നോക്കി വെക്കുക. അടുത്ത 31-ാമത്തെ ദിവസം കെമിസ്ട്രി, ആറ്റം, തന്മാത്ര, വാതക നിയമങ്ങൾ പഠിക്കുക. സ്പോർട്സിലെ ഒളിമ്പിക്സ് റീസെൻ്റ് ആയിട്ട് നടന്നത് മസ്റ്റായിട്ട് പഠിക്കുക. അടുത്ത് നടക്കാൻ പോകുന്ന ഒളിമ്പിക്സ് എവിടെയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇവൻസുകൾ നോക്കുക. ഒളിമ്പിക്സിലെ ഇന്ത്യൻ നേട്ടങ്ങൾ നോക്കി വയ്ക്കുക, അത് ഏതാണെങ്കിലും. വേൾഡ് ഹിസ്റ്ററിയിലെ ഫ്രഞ്ച് വിപ്ലവം,
റഷ്യൻ വിപ്ലവം ആനുകാലികം. ഞാൻ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം ഒരു ദിവസം എടുക്കുക. ഇനി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കൂടെ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ പഠിച്ചെടുക്കുക. ഇനി അവിടെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ വിട്ടേക്കുക, നേരെ ഇങ്ങോട്ട് വരിക. 31ാമത്തെ ദിവസം നിങ്ങൾക്ക് അത് പഠിക്കാം. ആനുകാലികം ഏപ്രിൽ 2025, ഏപ്രിൽ മാസം 2025 ആനുകാലികം നിങ്ങൾ നോക്കി വയ്ക്കുക. 32 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിനെ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് പഠിക്കുക, കുറച്ചേ ഉള്ളത്. സ്പോർട്സ് പേഴ്സണാലിറ്റീസും അവാർഡ്സും, ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളും പേഴ്സണാലിറ്റീസും ഇവൻസും മറന്നു പോരുത്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക. മേജർ സ്പോർട്സ് ഇവൻറ്റ്സ്. കെമിസ്ട്രി, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും. പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോഹങ്ങൾ അലോഹങ്ങൾ നമ്മൾ നേരത്തെയും പറഞ്ഞു, അവിടെ നമുക്ക് തീരില്ല ഒറ്റ ക്ലാസ് കൊണ്ട്. കാരണം നമുക്ക് 29 ദിവസം ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലോഹങ്ങൾ അലോഹങ്ങളും പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുക. അതെന്താണ്? 32ാമത്തെ ദിവസം ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH വാല്യൂ, ആൽക്കലോയിഡുകൾ. ഇതെല്ലാം നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി 32ാമത്തെ ദിവസം പഠിക്കുന്നു. മാത്സ്, റീസണിങ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, കോഡിംഗ്, ഡീകോഡിംഗ്, ക്ലറിക്കൽ അബിലിറ്റി പ്രോബ്ലംസ്. ഇത്രയുമാണ് നിങ്ങൾ ഈ 32 ദിവസം കൊണ്ട്. 32 ദിവസവും നമ്മൾ പറയാൻ കാരണം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം മുതൽ പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 32 ദിവസം. 33ാമത്തെ ദിവസം നമ്മൾ 13ാമത്തെ ദിവസം 12 ദിവസത്തെ റിവൈസ് ചെയ്തു. 13ാമത്തെ ദിവസം മുതൽ 32ാമത്തെ ദിവസം വരെയുള്ളത് അന്നൊരു ദിവസം, അതായത് ഞാൻ ഈ പറയുന്ന 33ാമത്തെ ദിവസം എന്ന് പറയുന്നത് പരീക്ഷയുടെ തലേ ദിവസമാണ്. മെയ് 21-ാം തീയതിയാണ് എക്സാം. മെയ് 20-ാം തീയതിയാണ്. അന്ന് കുറച്ച് സമയം കൂടുതലെടുത്ത്, അന്ന് ലീവ് എടുത്ത് പോയാലും കുഴപ്പമില്ല, കുറച്ച് കൂടുതൽ സമയമെടുത്ത് അന്ന് വർക്ക് ചെയ്യുക. അത് 4 മണിക്കൂറെന്നല്ല, കൂടുതൽ സമയമെടുത്ത് നിങ്ങൾ പഠിക്കുക. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരുന്നൊരു കാര്യം, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, അത് ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ജോഗ്രഫി എടുക്കുന്നു, കുറേ വായിക്കുന്നു, അവിടെ നിന്ന് കിട്ടുന്നു, ഇവിടെ നിന്ന് കിട്ടുന്നു എന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് PYQ നിങ്ങൾ എടുത്തു വച്ച്, ആ PYQ വച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിച്ചു പോകാൻ. വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ സ്റ്റഡി പ്ലാൻ ഉപകാരമായി എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഞങ്ങളുടെ ചാനലിന് വേണം. യൂട്യൂബ് ചാനൽ PSC മെൻറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു PDF ഷെയർ ചെയ്യുന്നുണ്ട് ടെലഗ്രാം ചാനൽ വഴി. ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മാക്സിമം കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് മാത്രമല്ല, ലിസ്റ്റ് കയറുന്നവർക്ക് ജോലി കിട്ടുന്ന ഒരു ജോബാണ് സെക്രട്ടേറിയറ്റ് OA. ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ചിട്ട് ലിസ്റ്റ് കയറി എല്ലാവരെയും, കഴിഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാവരെയും 1.5 വർഷം കൊണ്ട് ജോലിക്ക് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധ്യതയുള്ളതാണ്. ആരും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് കളഞ്ഞു പോകരുത്. മാക്സിമം ലിസ്റ്റ് കയറാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.